എന്നാലും ഓണം എന്നുള്ള വാക്ക് നമ്മൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാലങ്ങൾക്കതീതമായി, വേഷങ്ങൾക്കതീതമായി, രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അതീതമായി മലയാളികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഓണവാരാഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ഇതുപോലുള്ള പല വേദികളും അതിനേക്കാൾ വലിയ സദസ്സുകളും കൂട്ടായ്മകളും ആഘോഷങ്ങളും നടക്കുമ്പോൾ അതിനുമപ്പുറം വേറൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓണമെന്ന് പറയുമ്പോൾ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, സമാധാനം എന്നതിനപ്പുറം നമ്മൾ ഓർക്കുക മഹാബലി എന്നുള്ളൊരു പേരാണ്. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് സമത്വമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഭരണാധികാരി. എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായിട്ട് താരതമ്യപ്പെടുക എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അന്ന് കേരളം എന്തായിരുന്നു, സുന്ദരവും സുരഭിലവും സമത്വവും സമൃദ്ധിയും നിലനിന്നിരുന്ന ഒരു കേരളം, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ മാറിവരുന്ന സർക്കാരുകൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടാടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആഘോഷങ്ങൾക്കപ്പുറമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു നല്ല ഭരണാധികാരി കാലങ്ങൾക്ക് അതീതമായി എന്നും ഓർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാബലി ആഘോഷിക്കുന്ന ഓണം. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ ആഘോഷിച്ചിരുന്ന ഓണത്തിന്റെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഈ മാറി വരുന്ന ഭരണ സംവിധാനത്തിലൂടെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ കേരളം ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ ജന്മനാട് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ വെനീസിൽ പോയിട്ടുണ്ട്. അവിടെ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെനീസിനെ പടിഞ്ഞാറിന്റെ ആലപ്പുഴ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ടൂറിസം എവിടെയുണ്ടോ അവിടെ ലഹരിയുടെ ഒരു ആധിക്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൂഫാൻ എന്ന പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതാണ്, ഒന്നാമതാണ്. ജനസംഖ്യയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ എണ്ണത്തിലല്ല, അതിലുള്ള ചെറുപ്പക്കാരുടെ എണ്ണത്തിലാണ്, ശക്തിയിലാണ് അത് അളക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു യുവതലമുറയെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് അവരെ വീഴുമ്പോൾ അതിൽ നിന്നും അവരെ കരകയറ്റുവാനായിട്ട് ഏതെല്ലാം രീതിയിൽ അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് തൂഫാൻ പദ്ധതി. അതിനോടനുബന്ധിച്ച ഒരു രസകരമെന്ന് പറയുന്നില്ല, ഞാൻ ഈ അടുത്ത ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, മേ ആപ്കാ ഫിലിംസ് ബഹുത് ദേഖ്തേ ഹൂ, മേ ആപ്കാ ഫാൻ ഹൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, തൂഫാൻ ഹേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ 5 അതിഥി തൊഴിലാളികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പൊ അതാണ് തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അത് ഏറ്റവും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ നല്ല വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആയുധമായിട്ട് മാറുന്നതിൽ നമ്മുടെ സർക്കാരിനും ജനങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണ്. ഓണം നമുക്കറിയാം ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ്. ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾ ഒന്നിച്ച് അത് ആഘോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഭാരതം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നു
എന്നുള്ളത് നമുക്കറിയാം. 100 വർഷത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏകദേശം 1800 കാലഘട്ടങ്ങൾ മുതൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ 100 വർഷത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. 40 കോടിയിലധികം ജനങ്ങളുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ഒരു 1 ലക്ഷത്തിൽ താഴെയുള്ള ബ്രിട്ടീഷുകാരാണ് അടക്കി ഭരിച്ചിരുന്നത്. 200 വർഷത്തോളം അവർ നമ്മളെ അടക്കി ഭരിച്ചു. അതിനുള്ള കാരണം എന്തായിരുന്നു? നമ്മളെല്ലാവരും വിഘടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു പൊതുവായ ശത്രു വന്നപ്പോഴാണ് ആ വിഘടനത്തിൽ നിന്ന് മാറി നമ്മൾ ഒന്നിച്ചു ചേർന്ന് അവർക്കെതിരെ പോരാടുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ്. അത് ഒരു പൊതുശത്രുവിനെതിരെ വേണ്ടിയിട്ടായിരുന്നു. കേരളത്തിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ ഒരു നാനാത്വത്തിലെ ഏകത്വം നമ്മൾ ഓണാഘോഷ പരിപാടികളിൽ ഓണത്തിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് വളരെ വ്യക്തതയോടെ വളരെ ഉയർത്തി കാണിക്കാവുന്ന ഒരു കാര്യമാണ്. അത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ വിശ്വാസങ്ങൾക്ക് അതീതമായി, പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായി, വർണ്ണവർഗ വിവേചനങ്ങൾക്ക് അതീതമായി ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ഒത്തുചേരുമ്പോൾ ഭാരതം ഏത് രീതിയിലാണോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊരു വാക്ക് ആഘോഷിക്കുന്നത്, അതേപോലെ ആ നാനാത്വത്തിലെ ഏകത്വം ഈ ഒരു സന്തോഷത്തിന്റെ കൂട്ടായ്മയിലൂടെ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിലൂടെ നമ്മൾ ഒന്നുകൂടി ഉയർത്തി കാണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഓണത്തിന്റെ മാത്രമല്ല, ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.